നമസ്കാരം. സി മലയാളി ന്യൂസിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം ഇപ്പോൾ അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓടി തന്നെ പിടിച്ചിരിക്കുകയാണ്. നമസ്കാരം. 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 എങ്ങനെ ഉണ്ടായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ്? ഗംഭീര പരിപാടികളായിരുന്നു. അവിടെ ദേശീയ മാധ്യമങ്ങൾക്കടക്കം കമൻട്രിയും ചർച്ചകളും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ 19 അല്ലെങ്കിൽ 19 തന്നെ എത്തി. ഗംഭീരമായൊരു പ്രദേശമാണ്. കഴിഞ്ഞ വർഷം അയോധ്യയിൽ പോകാനൊരു അവസരം ലഭിച്ചിരുന്നു. ഇപ്പം ഒരു വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നു. അന്ന് കുറേ ഗാർബേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റോഡുകൾക്ക് വീതി കുറവായിരുന്നു. അതെല്ലാം മാറ്റി പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ അയോധ്യയുടെ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഗംഭീരമായ ശ്രീരാമക്ഷേത്രമാണ്. ആ ശ്രീരാമക്ഷേത്രത്തിൻ്റെ വളരെ പരിപാവനമായ ചടങ്ങുകളും മറ്റുമാണ് അവിടെ നടന്നത്. ഇപ്പോൾ സരയുവാണ് ശ്രീരാമനോട് ബന്ധപ്പെട്ട നദി. സരയു, അവിടെ ലതാ മങ്കേഷ്കർ ചൗക്ക്, അവിടുത്തെ രാമക്ഷേത്രം കഴിഞ്ഞാൽ ഒരു പ്രധാന ആകർഷണമാണ് ലതാ മങ്കേഷ്കർ ചൗക്ക്. അവിടെ വളരെ വലിയൊരു വീണ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ എല്ലാം കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം ധന്നിപ്പൂറിലും പോകാൻ, ധന്നിപ്പൂർ മസ്ജിദാണ്. അവിടെയാണ് പുതിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ പേരിലുള്ള മോസ്ക് വരുന്നത്. അവിടെയും പോകാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ ഗംഭീരവും പവിത്രവുമായ ഒരു യാത്ര കഴിഞ്ഞ ഒരാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് വളരെ പോസിറ്റീവായ ഒരു സംഭവമായി. വളരെയധികം അവിടുത്തെ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും എല്ലാം കഴിഞ്ഞു. അത് നന്നായി പോവുകയും ചെയ്തു. നമ്മൾ ആദ്യ ദിവസം ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു രാഹുൽജി. ഒരുപാട് പേര് അവിടേക്ക്, ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ അവിടേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചൊരു ചടങ്ങായിരുന്നു. അവിടെ എത്തിയ സമയത്ത് എന്തായിരുന്നു തോന്നുന്നത്? ഞാൻ ശരിക്കും ഈ പരിപാടിയുടെ ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, അതിന് മുമ്പേ എത്തി. അതായത് കമൻട്രിയും കാര്യങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടായി. അതുകൊണ്ട് അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് പേര് 21-നൊക്കെയാണ് വന്നത്. ചില ആൾക്കാർ പ്രത്യേകിച്ച് ക്ഷണിക്കപ്പെട്ട അതിഥികൾ 21-22 വന്നത്. മാധ്യമങ്ങളുടെ ഭാഗമായതുകൊണ്ട് തന്നെ അതിന് മുമ്പ് പോകാനൊരു അവസരം ഉണ്ടായി. അപ്പം ക്ഷേത്രം ഏകദേശം 18 അല്ലെങ്കിൽ 19 അടച്ചിട്ട് വീണ്ടും തുറന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ കൂടെ അകത്തൊക്കെ കയറി കാണാനുള്ള സൗകര്യം സാധിച്ചു. ഇത്രയും തിരക്കില്ലാതെ. പ്രത്യേകിച്ച് ആദ്യ ദിവസം 7,000-8,000-ഓളം പ്രധാനപ്പെട്ട അതിഥികളുണ്ടായിരുന്നു. രണ്ടാം ദിവസം 3 ലക്ഷത്തോളം ആൾക്കാർ പ്രാർത്ഥനയ്ക്കായി വന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ കുറേ കൂടെ സൗകര്യപൂർവ്വം എല്ലാം കാണാനുള്ള അവസരം ഉണ്ടായി. അകത്തൊക്കെ കാണാനും അവിടുത്തെ പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യാനും ഒക്കെ ഒരു അവസരം ഉണ്ടായി. വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഏകദേശം 51 ഇഞ്ചാണ് ശ്രീരാമ വിഗ്രഹത്തിൻ്റെ നീളം. അത് വലിയൊരു കമലത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു താമരയുടെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അരുൺ യോഗിരാജ് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. മൈസൂരുകാരനാണ്. അദ്ദേഹമാണ് അത് ആ ശിലയിൽ കൊത്തി ഉണ്ടാക്കിയത്. 5 വയസ്സുള്ളൊരു ശ്രീരാമൻ്റെ ഐഡലാണ്. ഐഡൽ എന്ന് പറഞ്ഞിട്ട് വിഗ്രഹമാണ്. ശരിക്കും വിഗ്രഹം എന്നൊരു വാക്കിന് തത്തുല്യമായൊരു ട്രാൻസ്ലേഷൻ ഉണ്ടോ ബുദ്ധിമുട്ടാണ്. ചെമ്പത്ത് റായ് ആണ് ആ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും മറ്റും. അപ്പം ചെമ്പത്ത് റായ് പറയുകയുണ്ടായി, അദ്ദേഹം വളരെ കറക്റ്റാണ് ഈ കാര്യങ്ങളിലൊക്കെ. അദ്ദേഹം അതിനെ പ്രതിമ എന്നാണ് 3 ദിവസം പോലെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പ്രതിമയെ ആയിട്ടുള്ളൂ. പ്രതിമയ്ക്ക് പ്രാണപ്രതിഷ്ഠ നൽകുമ്പോഴാണ് വിഗ്രഹമാകുന്നത്. കല്ലിനെ ഭഗവാനാക്കുന്ന ചടങ്ങാണ്, അല്ലെങ്കിൽ പ്രതിമയെ മൂർത്തിയോ പ്രതിമയെ ദേവതയോ ആക്കി മാറ്റുന്ന ചടങ്ങിനെയാണ് നമ്മൾ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആ പ്രതിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ജലാധിവാസം, ജലത്തിൽ, പിന്നെ പാല്, തേന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകളുണ്ടാകും. അതിനുശേഷം അതിൽ പ്രാണനെ ഇൻവോക്ക് ചെയ്യുന്നു, അഥവാ കോൺഷ്യസ്നെസ്, ആട്രിബ്യൂട്ടിങ് കോൺഷ്യസ്നെസ് ടു ദി സ്റ്റോൺ. ഒരു കല്ലിന് ബോധം നമ്മൾ നൽകുന്നു, അല്ലെങ്കിൽ പ്രാണനോ ചിത്തമോ കോൺഷ്യസ്നെസ്സോ നൽകുന്നു എന്ന ചടങ്ങിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. പ്രധാനമായും അവിടെ നടന്ന ചടങ്ങുകൾ വൈദികവും താന്ത്രികവുമായ കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനായിരുന്നു. അതായത് ഈ വൈദിക ചടങ്ങുകൾക്കാണ് കുറേ കൂടി യജമാനൻ, ശ്രദ്ധിച്ച് കാണണം, പ്രധാനമന്ത്രിയാണ് ചടങ്ങിൻ്റെ യജമാനൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ യജമാനൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയായിരുന്നു. എന്നാൽ അടിസ്ഥാനപരമായി തന്ത്രശാസ്ത്ര പ്രകാരമോ ആഗമങ്ങൾ പ്രകാരവുമാണ് വിഗ്രഹ പ്രതിഷ്ഠ നടക്കുന്നത്. എല്ലാ അമ്പലങ്ങളിലും അതേപോലെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ഒരു മൂലമന്ത്രമുണ്ട്, ഒരു ധ്യാന ശ്ലോകമുണ്ട്. ആ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ ആചാരമര്യാദകളെല്ലാം കൃത്യമായി അവർ പാലിച്ചുകൊണ്ടാണ് നടന്നത്. ആദരണീയരായ ശങ്കരാചാര്യർ, ഞങ്ങൾ ഈ മാധ്യമ ചർച്ചകളുടെയൊക്കെ ഭാഗമായി പോകുമ്പോൾ അതിനെക്കുറിച്ച് വ്യത്യസ്ത വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, കമൻട്രീസിലേക്കൊക്കെ പോകുമ്പോൾ ശങ്കരാചാര്യന്മാരെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ചില ശങ്കരാചാര്യന്മാർ പങ്കെടുത്തില്ല, ചിലർക്ക് ഇതിലൊരു എതിരഭിപ്രായം ഉണ്ടെന്നൊക്കെ. പക്ഷേ ശരിക്കും ശങ്കരാചാര്യന്മാർ അദ്വൈത വേദാന്ത പദ്ധതിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അവർ ഹിന്ദു എന്ന് പറയുന്ന ധർമ്മത്തിൽ പിന്തുടരുന്നത് അദ്വൈത വേദാന്തമാണ്. എന്നാൽ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്ര പ്രകാരമാണ്. അത് അവിടുത്തെ തന്ത്രി, അവിടുത്തെ ജ്യോതിഷി, ഇവരെല്ലാം കൂടെ ചേർന്നാണ്, ദൈവജ്ഞൻ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് പൊതുവെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾക്ക് ഒരു വലിയ സാധുതയില്ല. ഇതിലൊക്കെ രാഷ്ട്രീയപരമായൊരു സബ് ടെക്സ്റ്റുകളൊക്കെ ഒരു പക്ഷേ ഉണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊരു സാംസ്കാരിക, ആത്മീയ, ആധ്യാത്മിക, സിവിലൈസേഷണൽ ആയിട്ട് വലിയൊരു മൊമെൻ്റായിരുന്നു. ആ മൊമെൻറ്റിൽ എന്താ പറയുന്നത്, ദർശിക്കാൻ കഴിഞ്ഞത്. പിന്നെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു സന്തോഷകരമായ കാര്യം എനിക്ക് എസ്പെഷ്യലി ഒരു സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തോന്നിയത്, അവിടുത്തെ പലരും പ്രസംഗിക്കുമ്പോൾ ഒക്കെ പറഞ്ഞത് നമുക്കിത് തിരുപ്പതി പോലെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നാണ്.
അതായത് നമ്മൾ ഇന്ന് കാണുന്ന അമ്പലങ്ങളുടെ ഒരു തന്ത്രശാസ്ത്ര പ്രകാരം അങ്ങനത്തെ ഉള്ള രീതിയിലല്ല നോർത്ത് ഇന്ത്യയിൽ പല അമ്പലങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ പലപ്പോഴും റെഫറൻസ് പറയുമ്പം തിരുപ്പതിയിൽ നിന്നും ശബരിമലയിൽ നിന്നും ഗുരുവായൂരിൽ മധുര മീനാക്ഷി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നല്ലൊരു നഗരിയായി മാറട്ടെ. അടുത്ത 10 വർഷത്തിൽ ഏകദേശം 85,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അയോധ്യയിൽ വരുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ 2047 അവർക്കൊരു വിശദമായ പ്ലാൻ തന്നെ ഉണ്ട് അയോധ്യയെ ഒരു നഗരിയാക്കാൻ. അതൊരു ലോങ് ടേം പ്ലാനാണ്. അപ്പം കുറച്ച് കാലങ്ങൾക്കുള്ളിൽ പരിശുദ്ധ മക്കയെ പോലെ വിശുദ്ധമായ വത്തിക്കാനെ പോലെ ലോകമറിയുന്ന ഒരു പിൽഗ്രിം സെൻ്ററായി മാറുകയും അവിടെ ഈ ആൾക്കാർ വരുന്നതോടുകൂടി അവിടെ കൂടുതൽ ഹോസ്പിറ്റലുകൾ, കൂടുതൽ സ്കൂളുകൾ, കൂടുതൽ കോളേജുകൾ, കൂടുതൽ നല്ല ഹോട്ടലുകൾ, കൂടുതൽ ബിസിനസ് ഫെസിലിറ്റീസ്, സാധാരണക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതെല്ലാം ഉണ്ടായി ആ സ്ഥലം പഴയ കാലത്തെ അയോധ്യ നഗരിയായി മാറട്ടെ. നമ്മൾ ഇംഗ്ലീഷിൽ പലപ്പോഴും പറയാറുണ്ട് ലോങ് ബിഫോർ ഏതൻസ് ദെയർ വാസ് അയോധ്യ. ഏതൻസ് ഉണ്ടാകുന്നതിന് മുമ്പും അയോധ്യയുണ്ട്. ആ അയോധ്യയുടെ പൂർവ്വ ഗ്ലോറിയിലേക്ക് വരട്ടെ. ശ്രീരാമൻ യഥാർത്ഥത്തിൽ സൂര്യവംശിയാണ്. ശ്രീരാമൻ ഇക്ഷ്വാകു വംശത്തിൽ, രഘുവംശത്തിലൊക്കെ പറഞ്ഞ ആളാണ് ശ്രീരാമൻ. അപ്പോൾ അവരുടെ വലിയൊരു ലൈനേജ് അവിടെയുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ രാജസ്ഥാനിൽ നിന്ന് ഒരാൾ വന്നിരുന്നു, ജയ്പൂരിൽ നിന്ന് വന്നിരുന്നു. അവർ അവകാശപ്പെടുന്നത് അവർ സൂര്യവംശി ശ്രീരാമൻ്റെ പിൻതലമുറക്കാരാണെന്നാണ്. ശരിയാണോ എന്നറിയില്ല. അവരുടെ ഒരു വിശ്വാസപ്രകാരം അവരൊരു ലൈനേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരു 100-120 രാജാക്കന്മാരുടെ ലൈനേജിൽ ഇങ്ങനെ വരുന്നവരാണോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെ പോസിറ്റീവായി വരട്ടെ. രാമനെക്കുറിച്ച് ശ്രീരാമരാജ്യം എന്ന സങ്കല്പം മുമ്പോട്ട് വെക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹമായിരുന്നു ശരിക്കുള്ളൊരു ശ്രീരാമ ഭക്തൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ രാമരാജ്യം യേശുവിൻ്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണ്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന പോസിറ്റീവായ, ഇന്നലകളുടെ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഇന്നലകളുടെ മുറിവുകളെ ഉണക്കുന്ന, ഇന്നലകളുടെ വേദനയെ ആഹ്ലാദമായി അല്ലെങ്കിൽ പോസിറ്റീവായി മുമ്പോട്ട് പോയി എല്ലാവർക്കും ആഹ്ലാദവും സന്തോഷവും നൽകുന്നൊരു ദേശമായത് മാറട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ പ്രതിഷ്ഠയിൽ 5 വയസ്സുള്ള ഒരു ബാലൻ്റെ വിഗ്രഹം. പല സ്ഥലങ്ങളിലും നമ്മൾ ശ്രീരാമൻ്റെ പല രൂപത്തിലുള്ള സാധനം നമ്മൾ കണ്ടു. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്, പേരും ഇട്ടു, ഒരു പക്ഷേ ശ്രദ്ധിച്ചാണ്, ബാലക്രാം. ഇപ്പം ബാലക്രാം എന്നാണ് ഇനി അതിനെ വിളിക്കുന്നത്. 5 വയസ്സാണ്. ഈ 5 വയസ്സുള്ള ശ്രീരാമൻ്റെ വിഗ്രഹത്തെക്കുറിച്ചൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകാൻ വേണ്ടി 12,000-ഓളം ആൾക്കാരെ ഈ അരുൺ യോഗിരാജ് കണ്ടു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിച്ചറിയാം, നല്ല കവിളൊക്കെ ഉണ്ട്, നല്ല ചീക്സ് ഒക്കെ ഉണ്ട്, കണ്ണുകളും ഭയങ്കര ഭംഗിയുള്ളതാണ്. ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു സൗത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ടെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. ഒരു തിരുപ്പതിയുടെ ഒരു ഫീല് ഭയങ്കരമായിട്ട് ഇതിനുണ്ട്. അപ്പം 5 വയസ്സുള്ള ബാലകരാമാണ് പ്രധാനമായി വരുന്നത്. കാര്യം ശ്രീരാമൻ്റെ ജന്മസ്ഥാനമാണ്, ചെറിയ പ്രായത്തിലുള്ള രാമനാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഇനിയും ഈ ക്ഷേത്രത്തിന് ഒരുപാട് വളർച്ചകളുണ്ട്. ബേസിക്കലി ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ കോർ ഗർഭഗൃഹമാണ്. ഇംഗ്ലീഷിൽ സാങ്ക്ടം സാങ്ക്ടോറ, നമ്മൾ ശ്രീകോവിൽ എന്ന് പറയുന്ന ഗർഭഗൃഹമാണ്, അല്ലെങ്കിൽ അതിലെ കോർ പോയിന്റാണ്. അവിടേക്ക് ഇതുണ്ട്. ഇനി ചുറ്റും ചില സ്ഥലങ്ങൾ വികസിക്കാനൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ കൂടുതൽ പണികൾ പൂർത്തിയാവാനുണ്ട്. ഇതൊരു ആർക്കിടെക്ചറൽ മാർവലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആ രീതിയിൽ ഒരു പോസിറ്റീവായി മാറട്ടെ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ അമ്പലങ്ങളെ കാണാറുണ്ട്, ശ്രീകോവിലൊക്കെ ചെറുതായിരിക്കും, അതിൽ വിഗ്രഹം നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ക്ഷേത്രം കണ്ടപ്പോൾ വലിയ ശ്രീകോവിലും ചെറിയ വിഗ്രഹവും അവിടെ നമ്മൾ ഫോളോ ചെയ്യും. നമ്മളെന്ന് പറഞ്ഞാൽ പൊതുവേ ഈ സൗത്ത് ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ ഫോളോ ചെയ്യുന്നത് സ്ട്രിക്റ്റായിട്ടൊരു തന്ത്രശാസ്ത്ര പ്രകാരമുള്ളതാണ്. നമ്മളകത്ത് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. ശ്രദ്ധിച്ചാണ്, നമ്മളിവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ സമ്മതിക്കില്ല. പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ വിഗ്രഹാരാധന അമ്പല സമ്പ്രദായങ്ങൾ ഇതുപോലത്തെ ഒരു രീതിയിലല്ല. പല കാരണങ്ങളും ഇതിന് പറയാറുണ്ട്. പ്രത്യേകിച്ച് വൈദേശിക ആക്രമണങ്ങളൊക്കെ അവിടുത്തെ അമ്പലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തകർന്നു മറ്റും കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ കുറേ കൂടെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഒരു തന്ത്രാഗമ പ്രകാരമാണ് ആ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ കുറേ കൂടെ എല്ലാവർക്കും തൊടാം. ഇപ്പം നമ്മുടെ ഇവിടെ വിഗ്രഹങ്ങളെ അങ്ങനെ തൊടാനും മറ്റും സമ്മതിക്കില്ല. അപ്പം ചിലപ്പം കാലദേശങ്ങളുടെ ആചാര വ്യത്യാസമായിരിക്കാം, ആധുനിക കാലത്തെ മാറിയ കാര്യങ്ങളായിരിക്കും. ഭഗവാനപ്പോൾ ഒരു സെൽഫി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. അപ്പം അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളുണ്ടാകാം. എന്നാലും നല്ല രീതിയിൽ വരട്ടെ. നമ്മുടെ അവിടുത്തെ വിഗ്രഹങ്ങൾ സ്ട്രിക്ട്ലി ഇങ്ങനെയല്ല. അപ്പോൾ ഉദാഹരണം ശബരിമലയിലൊക്കെ ആണെങ്കിൽ ഈ രീതിയിലുള്ളതല്ല, കുറേ കൂടെ ചെറുത്, കുറേ കൂടെ വ്യത്യസ്ത പൂജാ പാഠ്യ പദ്ധതികൾ. നമ്മൾ കുറച്ചുകൂടെ ആധ്യാത്മികവും സ്പിരിച്വലുമാണ് ഈ കാര്യങ്ങളിൽ. നോർത്ത് ഇന്ത്യക്കാർ കുറച്ചുകൂടെ സോഷ്യലും കൾച്ചറലുമാണ്. രണ്ടിനും ഒരു തെറ്റുമില്ല, രണ്ടും ശരിയാണ്. നമ്മുടെ സിസ്റ്റം കുറേ കൂടെ ആചാരപരവും താന്ത്രികവുമാണ്. അവരുടെ സംവിധാനങ്ങൾ കുറേ കൂടെ സാമൂഹികവും സാംസ്കാരികവുമാണ്. ഈ ഒരു വ്യത്യാസം അവിടെ ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ ഫോട്ടോ ഒന്നും ആർക്കും കാണില്ല. പകരം നമ്മൾ അയ്യപ്പൻ്റെ ഒരു പിക്ചറായിട്ടുണ്ടാക്കിയ ആ പിക്ചറാണ് പലപ്പോഴും ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഒരുപാട് പേര്, പ്രധാനമന്ത്രി അടക്കം, ശ്രീ ശശി തരൂർ അടക്കം, വിഗ്രഹത്തിൻ്റെ പിക്ചർ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ചെറിയ സംവിധാനങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പം രാഹുൽ, ഈ ഈശ്വരഭക്തിയാണ് എനിക്കറിയാം, നല്ല വിശ്വാസമാണ്. ഈ രാമഭക്തനാണോ? തീർച്ചയായിട്ടും. ശ്രീരാമൻ, നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ശ്രീരാമൻ്റെ പ്രാധാന്യം? ശ്രീരാമൻ ഇന്ത്യയിൽ മാത്രമല്ല, ഞാൻ ഒരുപാട് വിദേശത്ത് സഞ്ചരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.
ഏറ്റവും കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലും ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷമായ ഇന്തോനേഷ്യയിലും ശ്രീരാമൻ വലിയൊരു സിമ്പലാണ്. നമ്മൾ ടെക്നിക്കലി ശ്രീരാമനെ ദൈവം എന്ന് പറയും. അതിന് അപ്പം നമ്മൾ ദൈവം എന്ന വാക്ക് വളരെ ലൂസും ലിബറലുമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. വളരെ വളരെ ശാസ്ത്രീയമായി മനുഷ്യൻ തന്നെ ദൈവതുല്യമാണ് നമ്മൾ പലപ്പോഴും. അതെ, കുറച്ചുകൂടെ ശാസ്ത്രീയമായി നമ്മുടെ ഒരു ശാസ്ത്രപ്രകാരം പറഞ്ഞാൽ ശ്രീരാമൻ അവതാരമാണ്. അതാണ് കറക്റ്റ് വാക്ക്. അവതാര പുരുഷനാണ്. ഇതിൻ്റെ അടിസ്ഥാന മൂലരൂപ സങ്കല്പം മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ഇതാണ് അതിൻ്റെ കറക്റ്റ് ടെക്നിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പാശ്ചാത്യർക്ക് ഗോഡ് എന്ന് വിളിക്കുന്ന ഒരു ഏക സങ്കല്പമുണ്ട്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ ജൂത സഹോദരന്മാർ യഹോവ എന്നും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു എന്നും വിളിക്കുന്ന ഒരു സങ്കല്പം പോലെയല്ല ഇന്ത്യയിൽ ഡെയറ്റി എന്ന സങ്കല്പം. ഡെയറ്റി എന്ന വാക്കിനർത്ഥം ദേവത എന്നാണ്. അതായത് വെസ്റ്റേണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പൊതുവെ നമ്മൾ പറയും ദേ ബിലീവ് ഇൻ ഗോഡ്, വി ബിലീവ് ഇൻ ഗോഡ്സ്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ ദേവതകളിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. പ്രാചീന വെസ്റ്റേൺ കാലത്തും ഈ ദേവതകളൊക്കെ തന്നെയാണ്. തോറൊക്കെ കേട്ട് കാണും. തോർ പോലുള്ള മറ്റേ മാർവലിൻ്റെ ഒക്കെ. ഇപ്പം തോർസ് ഡേ ആണ് തേഴ്സ്ഡേ ആയി മാറുന്നത്. നമ്മൾ ഇന്നത്തെ തേഴ്സ്ഡേ ഉണ്ടല്ലോ, വ്യാഴാഴ്ച, അത് ശരിക്കും തോറിൻ്റെ ദിവസം, അതാണ് തോർസ് ഡേ. അല്ലെങ്കിൽ ഓഡിൻസ് ഡേ ആണ് വെനസ്ഡേ ആയി മാറുന്നത്. അപ്പം നമ്മുടെ ശ്രീരാമൻ അവതാര പുരുഷനാണ്. നേപ്പാളിൽ നിന്ന് വന്നവർ ഒരുപക്ഷെ പറഞ്ഞ ചിലെങ്കിലും മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ച് കാണും, ഞങ്ങൾ ശ്രീരാമനെ ദൈവമായി കാണുന്നില്ല, ഞങ്ങളുടെ മരുമകന് പുതിയ കൊട്ടാരം കിട്ടി, അവിടേക്ക് പോവാണെന്നാണ്. അപ്പം അതിന് യാതൊരു തെറ്റുമില്ല. അപ്പം ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ്. അവിടെ വളരെ കോമൺ ആയൊരു പേരാണ് രാം മുഹമ്മദ്. ഇന്തോനേഷ്യയുടെ ഔദ്യോഗിക എയർലൈൻസിൻ്റെ പേര് ഗരുഡ ഇന്തോനേഷ്യ എന്നാണ്. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ സമുച്ചയങ്ങളുടെ പേര് ഹോട്ടൽ രാമായണ എന്നാണ്. അയോധ്യയിൽ ഏകദേശം 1 വർഷം മുമ്പേ ഹോട്ടൽ രാമായണ തുടങ്ങിയിട്ടുള്ളൂ. ഇന്തോനേഷ്യയിൽ 1000 വർഷങ്ങളായിട്ട് ഹോട്ടൽ രാമായണ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞൊരു 100 വർഷമായിട്ടോ 50 വർഷമായിട്ടോ എങ്കിലും ഹോട്ടൽ രാമായണയുണ്ട്. അവരുടെ കറൻസി നോട്ടുകളിൽ ഗണപതിയുണ്ട്, അതും പൂണൂൽധാരിയായ ഗണപതിയുണ്ട്. അപ്പോൾ ഇതൊരു സാംസ്കാരികമാണ്. അപ്പോൾ അവർ പറയുന്നത് വിശ്വാസം കൊണ്ടും മതം കൊണ്ടും ഞങ്ങൾ മുസ്ലിങ്ങളാണ്, പക്ഷേ സംസ്കാരം കൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നാണ്. ചിലെങ്കിലും ശ്രദ്ധിച്ചു കാണും, ബാറക് ഒബാമ, അമേരിക്കൻ പ്രസിഡന്റായ ഒബാമയുടെ കയ്യിൽ ചെറിയൊരു ഹനുമാന്റെ വിഗ്രഹമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം പലപ്പോഴും ഇത് ലോകത്തെ കാണിക്കാറുണ്ട്. അദ്ദേഹം ഒരു ഭാഗ്യചിഹ്നമായി ഈ ഹനുമാന്റെ 4 കൈയുള്ള ഹനുമാന്റെ ഒരു ചെറിയ വിഗ്രഹം ക്യാരി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 4 കൈയുള്ള ഹനുമാൻ ഇല്ല. പക്ഷേ ഇന്തോനേഷ്യയിലൊക്കെ ഒരു 4 കൈയുള്ള ഹനുമാനുണ്ട്. ഒബാമ പറയുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആദരവ് 3 കാര്യങ്ങളാണ്: രാമായണം, മഹാഭാരതം, മഹാത്മാഗാന്ധി. അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രാമൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പം രാമൻ്റെ വലിയൊരു വിശ്വാസിയാണ്. ശ്രീരാമനുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയ്ക്ക് ശബരിമല എന്ന പേര്. അതായത് ശ്രീരാമന് വനവാസിയായ ഒരു സ്ത്രീ ശബരി ചെന്ന് പഴങ്ങൾ കടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ലക്ഷ്മണന് ദേഷ്യം വരും. നമ്മുടെ വീട്ടിൽ പോലും ഒരാൾ വന്നാൽ നമ്മൾ ബിസ്ക്കറ്റ് കടിച്ചിട്ട് കൊടുക്കില്ല, ഇല്ല, കുക്കീസ് കടിച്ചിട്ട് കൊടുക്കില്ല. അപ്പം ശ്രീരാമന് ശബരി വനവാസിയാണ്, അവരിങ്ങനെ കടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ലക്ഷ്മണന് ദേഷ്യം വരും. അപ്പോൾ ശ്രീരാമൻ പറയും, ലക്ഷ്മണ, ഇത് അമൃതിനേക്കാൾ പ്രധാനമാണ്. കാരണം കാട്ടിലെ ഫലങ്ങളിൽ, കാട്ടിലെ കിട്ടുന്ന പഴങ്ങളിൽ വിഷമേത് നല്ലതേതെന്നറിയില്ല. സ്വന്തം ശരീരം കൊണ്ട് വിഷമാണോ അല്ലയോ എന്ന് ടേസ്റ്റ് ചെയ്തോ നോക്കിയിട്ടാണ് ശബരി എനിക്ക് ആഹാരം തരുന്നത്. അങ്ങനെയാണ് ശബരിമല, അല്ലെങ്കിൽ ആ സ്ഥലത്താണ് ശബരിമല എന്നറിയപ്പെടുന്നത്. പണ്ട് മാതംഗമല, അല്ലെങ്കിൽ മതംഗ മഹർഷിയുടെ ഒരു പ്രദേശം എന്ന പേരിലായിരുന്നു ശബരിമല അറിയപ്പെട്ടത്. മതംഗ മഹർഷിയുടെ ഒരു ശിഷ്യയോ ഒക്കെ ആയിരുന്നു ശബരി. അതിനുശേഷമാണ് ശബരിമല എന്നറിയപ്പെടുന്നത്. അപ്പോൾ വലിയൊരു ശ്രീരാമനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനായി മഹാത്മാഗാന്ധി ഉയർത്തിക്കാട്ടിയ ഒരു ചിഹ്നവും ശ്രീരാമനാണ്. മഹാത്മാഗാന്ധിയെ പോലെ തന്നെ അലാമ മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരൊക്കെ എഴുതിയത്. മുഹമ്മദ് ഇക്ബാൽ ശ്രീരാമനെ വിളിക്കുന്നത് ഇമാമേ ഹിന്ദ് എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പിരിച്വൽ ലീഡറാണ് ശ്രീരാമൻ എന്നാണ്. അപ്പോൾ ശ്രീരാമൻ വലിയൊരു സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, ആധ്യാത്മിക, ദൈവിക ഒക്കെയുള്ളൊരു ചിഹ്നമാണ്. ആ ചിഹ്നത്തെ, അതിന് ഡിബേറ്റബിൾ വശങ്ങളും ഉണ്ട്, അതും കൂടെ നമ്മൾ അറിയണം. അതായത് ശ്രീരാമൻ ചെയ്ത ഏതെങ്കിലും ആക്ഷനെ ശരിയോ തെറ്റോ എന്ന് ഡിബേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസും ഇന്ത്യയിലുണ്ട്. ഉദാഹരണം, ശ്രീരാമൻ ബാലിയെ മറഞ്ഞു നിന്നാണ് അസ്ത്രം ചെയ്ത് കൊല്ലുന്നത്. ഇതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് പറയുകയോ അല്ല, പകരം ശ്രീരാമൻ അടുത്ത ജന്മത്തിൽ ഇതിൻ്റെ ശാപം കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ്റെ കാലിൽ ഒരു വേടൻ അമ്പെയ്ത് കൊല്ലുന്നത്. ആ വേടൻ ബാലി ജനിച്ചതാണെന്നൊക്കെയുള്ളൊരു കഥകളുണ്ട്. അപ്പോൾ ഇതിലൊരു ഡിബേറ്റിംഗ് സ്പേസും കൂടി ഉൾപ്പെടെയാണ്. രൂക്ഷമായിട്ട് സീതാദേവി ശ്രീരാമനെ വിമർശിക്കുന്നുണ്ട്. ലക്ഷ്മണൻ ശ്രീരാമനോട് എന്താ പറയണേ, എതിരഭിപ്രായം റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ, മനുഷ്യജന്മത്തിലെ ഓരോ പോസിബിലിറ്റികൾ, സാഹചര്യങ്ങൾ, ഇതേക്കുറിച്ചുള്ള ധാർമ്മിക ഡിബേറ്റ്, എത്തിക്കൽ ഡിബേറ്റ്സ്, ശരിയും തെറ്റുകളും തമ്മിലുള്ള ഡിബേറ്റ്, ഇതെല്ലാം കൂടി ഉൾപ്പെട്ട വലിയൊരു സോഷ്യോ കൾച്ചറൽ സ്പിരിച്വൽ ലിറ്ററേച്ചറാണ് രാമായണം. ആ ശ്രീരാമൻ്റെ ഭക്തനാണ് ഞാൻ. അവിടെ ആചാരങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് വ്യത്യസ്തമുള്ള ആചാരം, സ്ലൈറ്റ്ലി വ്യത്യാസമാണ്. നമ്മൾ ഇവിടത്തെ കാണുന്ന പോലത്തെ രീതികളല്ല. അതായത് നമ്മുടെ ഇവിടെ എന്താണ് ഈ തന്ത്രശാസ്ത്രം എന്ന് വളരെ ചുരുക്കി പറഞ്ഞാൽ,
ഈ പ്രതിമയ്ക്ക് മൂർത്തിയാക്കുകയും ദേവതയാക്കുകയും അപ്പോൾ അതിന് രാവിലെ ആഹാരം കൊടുക്കണം, അതിന് ഉച്ചപൂജയുണ്ട്, ഉഷപൂജയുണ്ട്, അതിനെ നീരാടാൻ കൊണ്ടുപോകണം. ഒരു വ്യക്തി ജീവിക്കുന്നത് പോലെ ഡേറ്റ് ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന സങ്കല്പം. എനിക്ക് ഇപ്പം ലഭ്യമായ വിവരം വെച്ച് അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിലല്ല ഇപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ വ്യത്യാസമാണ്. ഓഫ് കോഴ്സ് അവരുടേതായി ഈ ആചാരങ്ങൾക്കെല്ലാം ഒരു കാലദേശ വ്യത്യാസം ഉണ്ടാകും. ഒരു വ്യക്തി ജീവിക്കുന്നു പോലെ തന്നെ ചൈതന്യം വർദ്ധിക്കാനാണ് അവിടെ ഈ റിച്വൽസും മറ്റും ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ വിശ്വാസ പദ്ധതികളിൽ ഒന്നാണ് ഈ അമ്പലാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്നത്. വർഷിപ്പ് ഓഫ് ഐഡൽ എന്നതിനേക്കാൾ വർഷിപ്പ് ത്രൂ ഐഡലാണ് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുകയല്ല, വിഗ്രഹത്തിലൂടെ ആരാധിക്കുകയാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ. പഴയ ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഗ്രീസിൽ അമ്പലങ്ങൾ കണ്ടു കാണും, റോമിൽ അമ്പലങ്ങൾ കണ്ടു കാണും, ഗ്രീക്ക് ടർക്കിയിൽ അമ്പലങ്ങൾ കണ്ടു കാണും, സിഗൂറത്തെന്ന് വിളിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇറാനിൽ പ്രാചീന അമ്പലങ്ങളുണ്ട്. അപ്പം ലോകം മുഴുവൻ ഉണ്ടായിരുന്നൊരു സംവിധാനമാണ്. ഒരുപക്ഷെ പ്രാചീന വ്യക്തികൾ തങ്ങളുടെ അച്ഛനമ്മമാരെ, മുത്തശ്ശന്മാരെ, നമുക്ക് മുമ്പ് ജീവിച്ച വളരെ ആൾക്കാരെ ഇതിനെയൊക്കെ ആദരിക്കാനും ആരാധിക്കാനും ഒക്കെ ഒരു സങ്കല്പത്തിൽ തുടങ്ങിയതായിരിക്കാം. അത് പിന്നീട് ഒരു പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇങ്ങനെ ആയതായിരിക്കാം. പക്ഷേ ലോകത്തുള്ള ഏറ്റവും പ്രാചീനമായ വിശ്വാസ പദ്ധതികളിൽ ഒന്നാണ് അമ്പലം എന്ന കാര്യത്തിൽ പക്ഷേ ആർക്കും തർക്കമില്ല. അവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതിനി വരുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതൽ അറിയാൻ കഴിയുക. ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അത് ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങ്, അതാണ് കോർ. അപ്പം ആദ്യം ഈ വിഗ്രഹം കാണേണ്ടത് വിഗ്രഹത്തിന്റെ മുഖം തന്നെയാണെന്നൊക്കെ പറയുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു ചടങ്ങ്? ഇപ്പം പറയുന്നത് എനിക്കറിയില്ല, 2-3 വ്യാഖ്യാനങ്ങൾ ഇതിൽ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് വിഗ്രഹത്തിന്റെ ഫോട്ടോ ലീക്ക് ചെയ്തതെന്നൊക്കെയുള്ള തർക്കം വരുന്നുണ്ട്. അതായത് ശരിക്കും ഇതിന് തലേ ദിവസം തന്നെ വിഗ്രഹത്തിന്റെ ഒക്കെ ഫോട്ടോ മാധ്യമങ്ങളിലൊക്കെ വന്നു. എങ്ങനെയാണെന്നറിയില്ല. എൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ കണ്ണ് ഇങ്ങനെ മൂടിയിരിക്കും. ആ കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തുറന്നു എന്നുപോലെയാണ്. ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാനായി മാറുകയും പ്രധാനമന്ത്രിയും അവിടുത്തെ പൂജാരിമാരും ചെയ്തു. അതാണ് ആ ചടങ്ങ്. ആ ചടങ്ങോടുകൂടി ദേവന് ജീവൻ ഉദിച്ചു, പ്രാണൻ ഉദിച്ചു എന്നാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു സങ്കല്പം. അപ്പം അത് എല്ലായിടത്തുമുള്ള എനർജിയെ ചാനലൈസ് ചെയ്യുന്നു, അതിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ ഒരു തന്ത്രി പ്രാണപ്രതിഷ്ഠ കഴിക്കുന്നു എന്ന സങ്കല്പങ്ങളിലാണ്. കേരളീയ സമ്പ്രദായം അടക്കമുള്ള സാധനങ്ങളല്ല. എനിക്ക് തോന്നുന്നു കുറച്ച് പലതിൻ്റെയും ഒരു സിനർജി, സമന്വയം അവിടെ കൊണ്ടുവന്നു എന്ന് തോന്നുന്നു. അതായത് ഈ 2 സമ്പ്രദായങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് വൈദികം, ഒന്ന് താന്ത്രികം. ഈ വൈദികത്തിലാണ് പ്രധാനമായി യജ്ഞം, യാഗം പോലുള്ള കാര്യങ്ങളുള്ളത്. എന്നാൽ താന്ത്രികത്തിലാണ് പൂജ, പ്രതിഷ്ഠ പോലുള്ള കാര്യങ്ങൾ കൂടുതലുള്ളത്. വേദങ്ങളിൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇന്ന് നമ്മൾ കാണുന്ന അമ്പല സംവിധാനങ്ങളില്ല. വേദങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് അമ്പലങ്ങൾ, പ്രാഗ് വൈദികമാണ്. അപ്പം അതിൻ്റെ ചടങ്ങുകൾ പിന്നെ കാലാന്തരത്തിൽ ആൾക്കാരതിനെ ഇപ്പം ശങ്കരാചാര്യരൊക്കെ ഒരു സമന്വയത്തിന് ശ്രമിച്ചു എന്ന് നമുക്ക് കാണാം. വേദാന്തി ആയിരുന്നെങ്കിലും ഒരുപാട് ഭക്തി ശ്ലോകങ്ങളും മറ്റും ഭജഗോവിന്ദവും ഒക്കെ ശങ്കരാചാര്യർ എഴുതി. അപ്പോൾ അതുപോലെ പാതകളുടെ സമന്വയവും പോസിബിളാണ്. വിവേകാനന്ദ സ്വാമി ജ്ഞാനയോഗിയാണ്. എന്നാൽ വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അദ്ദേഹം ഒരു പൂജാരിയും സാധു ബ്രാഹ്മണനാണ്, പൂജാരിയാണ്, കാളി ഉപാസകനാണ്, അമ്പല ആരാധകനാണ്. അപ്പം ഈ വ്യത്യസ്ത പാതകളുടെ ഒരു സമന്വയം അവിടെ വന്നു നമുക്ക് ഒരുപക്ഷെ കാണാൻ കഴിയും. ഇപ്പം പ്രധാനമന്ത്രി മുഖ്യ യജമാനായി നടന്നൊരു ചടങ്ങാണത്. പക്ഷേ മറുവശത്ത് വിമർശനവും ഇതേ കാര്യത്തിന് ഉയരുന്നുണ്ട്. കാരണം ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഈ അമ്പലത്തെ ഏതെങ്കിലും ഒരു വിഭാഗം, BJP അല്ലെങ്കിൽ RSS വിഭാഗം ഇങ്ങനെ കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നു. അവർ ഏകാധിപതിയായി കൊണ്ടുനടക്കുന്നുള്ള വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നില്ലേ? ഇതിന് പൊളിറ്റിക്കൽ സബ്ടെക്സ്റ്റുകൾ ഉണ്ട്. ഇല്ലെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എന്നാൽ അതിനപ്പുറം ഇന്ന് നമുക്ക് സിമ്പിളായി ഇത് ആലോചിക്കാം. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നു നമ്മൾ കരുതുക. നമ്മുടെ മനസ്സിലുള്ളൊരു സങ്കല്പം ഓഫ് മഹാത്മാഗാന്ധി ഇന്ന് എന്ത് ചെയ്യുക? പ്രാണപ്രതിഷ്ഠ ബോയ്ക്കോട്ട് ചെയ്യൂ? ഉറപ്പായിട്ടുമില്ല. മഹാത്മാഗാന്ധി ചെന്ന് അമ്പലത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടും തൊട്ടപ്പുറത്തുള്ള പരിശുദ്ധമായ ധന്നിപ്പൂർ മോസ്ക് 25 കിലോമീറ്റർ അവിടെ ഉള്ളൂ. ധന്നിപ്പൂർ മോസ്കിൽ ചെന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടും അല്ലാതെ എന്ത് ചെയ്യാനാണ്? നമുക്ക് അമ്പലവും വേണം, പള്ളിയും വേണം. മെയ് 2024 ആ ധന്നിപ്പൂർ പള്ളിയുടെ പണി കുറേ കൂടെ നന്നായി തുടങ്ങുന്നു എന്ന് പറയും. അവിടെയും നമുക്ക് പോകാൻ കഴിയണം. എന്നാൽ കഴിയുന്ന ചെറിയൊരു എളിയ സംഭാവന അമ്പലത്തിനും പള്ളിക്കുമായി ശ്രീരാമക്ഷേത്രത്തിനും പ്രവാചകൻ മുഹമ്മദ് പള്ളിക്കും നൽകാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെയല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക? പഴയ കാര്യങ്ങളുടെ തർക്കങ്ങളിൽ വീണ്ടും പോവുക ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ചിലർക്ക് ഈ വിഷയത്തിൽ വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ വിഷമത്തെ നമ്മൾ അംഗീകരിക്കണം, ബഹുമാനിക്കണം. ഞാനപ്പോൾ അവരോട് പറയുകയുണ്ടായി, പരിശുദ്ധ ഖുർആനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആയത്തുണ്ട്. അത് 41-34 വരികൾ ഇങ്ങനെയാണ്: വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇത്ഫഅ ബില്ലതി ഹിയ അഹ്സാനു ഫൈദല്ലദി ബൈനക വ ബൈനഹു അദാവതൻ ക അന്നഹു വാലിയുൻ ഹമീം എന്ന് പറഞ്ഞാൽ,
തിന്മയും നന്മയും ഒരേപോലെ ആകുകയില്ല, നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഒരേപോലെ ആകുകയില്ല. നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ടാണ് നിങ്ങൾ മറികടക്കേണ്ടത്. അങ്ങനെ പോസിറ്റീവ് കൊണ്ട് മറികടക്കുമ്പോൾ ആര് നിങ്ങളുടെ ശത്രുവായിരുന്നോ അവർ നിങ്ങളുടെ ആത്മമിത്രത്തെ പോലാകും. പഴയ കാലത്തിൻ്റെ പേരിൽ ഇനിയും ഫൈറ്റ് ചെയ്തിട്ടോ പ്രശ്നമുണ്ടായിട്ടോ പ്രകോപനം ഉണ്ടാക്കിയിട്ടോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയെ കാണുന്ന പോലെ ഒന്ന് രണ്ട് ശരിയല്ലാത്ത പേര് വിളിച്ചിട്ടോ ഒരർത്ഥവുമില്ല. നമുക്ക് പോസിറ്റീവായ അമ്പലവും വേണം, പള്ളിയും വേണം. ഒരു സന്തോഷം, ഒരു ഭാരതീയനായതിലെ സന്തോഷം, ഇതുവരെ പള്ളിക്ക് ലഭിച്ച 40% സംഭാവനകളും ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ആണ് അവിടെ പള്ളി പണിയുന്നത്. 2000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ പള്ളി, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ, ലൈബ്രറി അടക്കം ധന്നിപ്പൂർ എന്ന ആ പ്രദേശവും ഇപ്പോൾ ഒരു വില്ലേജാണ്, അതും വലുതായി മാറാൻ പോവുകയാണ്. അപ്പം അതും വളരെ പോസിറ്റീവായി വരണം. അങ്ങനെ ഇനിയും ഒരു അമ്പലം പള്ളിയുടെ പേര് നമ്മൾ തർക്കിക്കരുത്. നമ്മുടെ മക്കളുടെ കാലത്തെങ്കിലും ഒരു മന്ദിർ മസ്ജിദിൻ്റെ പേര് നമുക്ക് പ്രശ്നം ഉണ്ടാകരുത്. നമുക്ക് അമ്പലം അതിന് മലയാളികൾക്കാണ് ഏറ്റവും ശക്തമായി മുമ്പോട്ട് വെക്കാൻ കഴിയുന്നത്. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴും ഞാൻ പറയുകയുണ്ടായി, ഞങ്ങൾ കോടിക്കണക്കിന് ഹിന്ദുക്കൾ അവരുടെ മുസ്ലിം പള്ളിയിൽ പോയി ആദരം അർപ്പിച്ച് വെളുത്തയുടെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ആദരം അർപ്പിച്ചിട്ടാണ് വരുന്നത്. ആ മോഡൽ പോസിബിളാണ്. ഇപ്പം നമ്മുടെ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി ഇവിടെ സംസാരിച്ചിരുന്നു മോദിജിക്ക് മുമ്പ്. സർസംഘ് ചാലകും കോട്ട് ചെയ്ത് സംസാരിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയുടെ കാര്യങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. സിസ്റ്റർ നിവേദിത വിവേകാനന്ദ സ്വാമിയുടെ പ്രധാന ശിഷ്യയാണ്, അവരെ കോട്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവരും വേണം, ഒന്നും വേണ്ട എന്നുള്ള മതേതരത്വമല്ല, പകരം എല്ലാം വേണമെന്നുള്ള മതസൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത്. ചില വേദനകളും വിഷമങ്ങളും ഉണ്ട്, അതിനെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ മുമ്പോട്ട് പോകാൻ രാജ്യത്തെ ഹിന്ദു മുസ്ലിം ഐക്യം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം, ഇനിയും വിശ്വാസമില്ലാത്തവരുണ്ട്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹിന്ദു സമൂഹത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട് അമ്പലത്തിൽ. ഇപ്പം ബ്രഹ്മസമാജം, ആര്യ സമാജം, ഇവരൊന്നും വിഗ്രഹാരാധന അംഗീകരിക്കുന്നില്ല, ഇവരൊന്നും അമ്പല സംവിധാനങ്ങളെ അംഗീകരിക്കുന്നില്ല. നമുക്ക് അവരും ബഹുമാനീയരാണ്. രാജാ രാംമോഹൻ റോയ് നമ്മുടെ വലിയൊരു നേതാവാണ്. ദയാനന്ദ സരസ്വതി അദ്ദേഹം സന്യാസിയാണ്, പക്ഷേ അദ്ദേഹം ഈ പറയുന്ന പുരാണങ്ങളെയോ അമ്പലങ്ങളെയോ ഒന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ആ മഴവിൽ അഴകിൻ്റെ പേരാണ് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. അല്ല, അങ്ങനെയാണെങ്കിൽ ആസാമിൽ കഴിഞ്ഞ ദിവസം ഇതേ ദിവസം തന്നെ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോകുന്നത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അവിടെയും വിടണം. എന്താ വ്യത്യാസം? അവിടെ ശങ്കർദേവ് എന്ന് പറയുന്ന അവിടുത്തെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനോ ചട്ടമ്പി സ്വാമിയോ അല്ലെങ്കിൽ ബസവേശ്വരനോ ഒക്കെ പോലെ വലിയൊരു ആത്മീയ നേതാവാണ് രാഹുൽ ഗാന്ധി. എല്ലാവരും വരട്ടെന്ന്, നമുക്ക് അമ്പലത്തിലും പള്ളിയിലും പോയി നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിച്ച് സ്നേഹം പകർന്ന് അല്ലേ പോകുന്നത്. അതിന് വലിയൊരു മാതൃക നമ്മുടെ മലയാളികളാണ്. അതിന് രാഷ്ട്രീയമൊന്നുമല്ല, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനൊക്കെ രചിച്ച പാരമ്പര്യമാണ്. അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളും മന്നത്താചാര്യനും ഒക്കെ രചിച്ച, അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയോ അല്ലെങ്കിൽ നമ്മുടെ ശുഭാനന്ദ ഗുരുദേവനും പണ്ഡിറ്റ് കറുപ്പനും ഒക്കെ രചിച്ചൊരു വലിയ പാരമ്പര്യം നോക്കുന്നുണ്ട്. അതായത് നമുക്ക് അമ്പലവും വേണം, പള്ളി വേണം. നമ്മൾ ഈദിനൊരു ആഘോഷിക്കുന്നു, പലപ്പോഴും ഈദ് കഴിയുമ്പോൾ നമ്മൾ ഫാസ്റ്റ് മുറിക്കുന്നു, അല്ലെങ്കിൽ ഈദിൻ്റെ വ്രതം മുസ്ലിം സൗരങ്ങൾ മുറിക്കുന്നു. ക്രിസ്മസ് നമുക്ക് ഏറ്റവും വലിയ സെലിബ്രേഷനാണ്. ഓണം എല്ലാവരും ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ചടങ്ങുകൾ എല്ലാവരും ആഘോഷിക്കുന്നു. ഈ രീതിയിലുള്ള സമന്വയമാണ് വേണ്ടത്. രാഹുൽ ഗാന്ധിക്കും പോകാൻ കഴിയണം, ശ്രീ നരേന്ദ്രമോദിക്കും പോകാൻ കഴിയണം. വിശ്വാസം ഇനിയും ഒരു വിശ്വാസിയെ അല്ലാന്നിരിക്കട്ടെ, അമ്പലം ഒന്നും വിശ്വാസമല്ല. അമ്പലത്തിലെ ആചാരമര്യാദകൾ പാലിച്ചു വരികയാണെങ്കിൽ ആ അമ്പലത്തിൻ്റെ സ്കൾപ്ചർ, അമ്പലത്തിൻ്റെ ആർക്കിയോളജി, ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ കാണും. അവരെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അത് പറഞ്ഞപ്പോഴാണ് അന്ന് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന അന്ന് എങ്ങനെയായിരുന്നു രാവിലെ അവിടെ എത്തിയെന്നുള്ള ചടങ്ങുകൾ, അതോടൊപ്പം തന്നെ ഉള്ളിലത്തെ കാഴ്ച ഭയങ്കര അല്ല. ഇത് എന്താ പറയുക, അവിടെ സാധാരണ ദിവസങ്ങളിൽ ഞങ്ങളൊരു 7:30 തുടങ്ങും. നല്ല തണുപ്പുമാണ്, ഒരു 3 ഡ്രസ്സെങ്കിലും ഇടുന്ന നല്ല തണുപ്പും കാര്യങ്ങളുമാണ്. ആ ദിവസങ്ങളിൽ ഏകദേശം 1 മണിക്കൂർ മുമ്പ് 6:30 നമുക്ക് പോകേണ്ടി വന്നു. എന്നാലേ എവിടെയുണ്ട്. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാസും മറ്റും ഉണ്ട്. ഞങ്ങൾക്ക് മീഡിയ പാസുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. വലിയ രീതിയിൽ കവറേജ്, ഒരു പ്രധാനപ്പെട്ട 4 മീഡിയകൾക്കാണ് അവിടെ സ്പേസ് കൊടുത്തിരുന്നത്. ഞങ്ങൾക്ക് സരയുവിൻ്റെ തീരത്ത് ധാരാളമായി ഷൂട്ട് ചെയ്യാനും മറ്റുമുണ്ട്. പിന്നെ ഈ ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പോലും കൂടെ പറയാം, ഇത് കഴിഞ്ഞ ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് വൈകിട്ട് ദീപോത്സവം ഉണ്ടായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. 5 ലക്ഷത്തോളം ദീപങ്ങൾ തെളിയിച്ചു. അന്ന് അവിടെ ഒരു മിനി ദീപാവലിയോ ഉണ്ടായിരുന്നു. ശ്രീരാമൻ തിരിച്ചു വരുമ്പോഴാണ് ദീപങ്ങൾ യഥാർത്ഥത്തിൽ പണ്ടത്തെ ആൾക്കാർ തെളിയിച്ചത്. അപ്പോൾ ശ്രീരാമൻ തിരിച്ചു വന്നു എന്ന അർത്ഥത്തിൽ വലിയ ദീപാലങ്കാര കാഴ്ചകളുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഈ രാമക്ഷേത്രം കഴിഞ്ഞ ഉടനെ വേറൊരു അമ്പലത്തിലൂടെ പോയി. അതുപോലെ ഇവിടുത്തെ ആൾക്കാർ പ്രധാന പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്, ഒരു ശിവൻ്റെ അഭിഷേകത്തിന് വേണ്ടി പോയി. നമ്മുടെ നാട്ടിൽ ശൈവരുണ്ട്, വൈഷ്ണവരുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അയ്യപ്പനൊക്കെ ഉണ്ടായ ശേഷം വലിയൊരു വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചൊക്കെ പോകുന്നതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് രാമാനന്ദ് സെക്റ്റിൻ്റെ, രാമാനന്ദി എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ അമ്പലമാണ് പ്രധാനമായിട്ട് ഇപ്പോൾ അയോധ്യയിലുള്ളത്. അപ്പം ശൈവരുണ്ട്, വൈഷ്ണവരുണ്ട്. അപ്പം ശൈവക്ഷേത്രം അവരെയും കൂടെ ഒരുമിച്ച് വേണം. അതുകൊണ്ട് നേരെ ഒരു ശിവക്ഷേത്രത്തിൽ പോയി. നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ രാമായണ റൂട്ടിൽ പോയി, ശ്രദ്ധിച്ച് കാണും. ത്രിപ്രയാറിൽ പോയി, ഗുരുവായൂർ ശ്രീകൃഷ്ണനാണ്, ഗുരുവായൂർ പോയി. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ പോയി, രാമസേതുവിൻ്റെ അടുത്ത് പോയി, രാമേശ്വരത്ത് പോയി. എല്ലാ അമ്പലവും വേണം, പള്ളിയും വേണം, മോസ്കും വേണം, ചർച്ചും വേണം, ടെമ്പിളും വേണം, സ്കൂള് വേണം, കോളേജ് വേണം. ഈ രീതിയിൽ ഒരുമിച്ച് പോകുന്ന ഒരു വലിയ
ഒരു ഇന്ത്യയിലേക്ക് വേണം. അവിടെ അതുകൊണ്ടാണ് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും ശ്രീമതി സോണിയാഗാന്ധി ആണെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വരണം. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ശശി തരൂർ സാർ വലിയ രീതിയിൽ ശ്രീരാമിലല്ല എന്ന് പറയുന്ന വിഗ്രഹമൊക്കെ അതിൻ്റെ ചിത്രങ്ങൾ ട്വീറ്റ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതേതരത്വം പകർന്നു എന്നൊന്നും കരുതണ്ട. നമ്മുടെ മതസൗഹാർദ്ദത്തിൽ എല്ലാവരും വേണം. ഈ ഏതെങ്കിലും ഒരു നിലപാട് പറഞ്ഞതിൽ പഞ്ച് ഡയലോഗ് പറയുന്നത് എളുപ്പമാണ്. ഏതെങ്കിലും ഒരു കടുത്ത നിലപാടങ്ങടുത്ത് പഞ്ച് ഡയലോഗ് പറയാൻ വളരെ എളുപ്പമാണ്. ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മളോട് താല്പര്യമുള്ളവർ കൈയിടിക്കും, നീ കിടിലായിട്ട് പറഞ്ഞു എന്ന് പറയും, വാവ് ഗ്രേറ്റ് എന്നൊക്കെ പറയും. പക്ഷേ ഈ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന മനസ്സുകളെ ഒരുമിപ്പിക്കാൻ പാലമായി പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ഈ പാലങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇരുവശത്തെ ആളുകളും ചവിട്ടും. പാലം എന്ന് പറഞ്ഞാൽ ചവിട്ടി പോകാനുള്ളതാണ്, ഇരുവശത്തെ ആളുകളും ചവിട്ടും. പക്ഷേ പാലങ്ങളില്ലെങ്കിൽ ഇരുവശവും തമ്മിൽ ആശയവിനിമയമോ സൗഹാർദ്ദമോ ഒരു മീറ്റിംഗ് ഗ്രൗണ്ടോ കൺസെൻസസോ സംഭവിക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. നാളെ കേരളത്തിൽ നിന്ന് പോകുന്നവരോട്, മലയാളികളായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലക്നൌവിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ 25 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ധന്നിപ്പൂർ പള്ളിയിലും പോകണം, ശ്രീരാമക്ഷേത്രത്തിലും പോകണം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് 7 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമാധി സ്ഥലം ഗുംനാമി. ഞാൻ അവിടെ പോയിരുന്നു, ഗുംനാമി ബാബയുടെ സമാധി സ്ഥലം. അവിടെയും പോകണം. പോണ വഴിക്ക് അവിടെ ആർമിയുടെ കൻറ്റോൺമെൻ്റ് ഉണ്ട്, അവിടെ സെൻറ്റ് മേരീസ് ചർച്ച് ഉണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു 100 വർഷത്തിന് മുമ്പുള്ള 1861 പള്ളിയാണ്. അപ്പം അവിടെയുണ്ട്, അവിടെ നല്ലൊരു സ്കൂൾ അവർ നടത്തുന്നുണ്ട്. ആർമിക്കാരും പള്ളിയും സപ്പോർട്ട് ചെയ്താണ് നടത്തുന്നത്. ഇത് അവിടെ ബിർലാ മന്ദിരമുണ്ട്. പിന്നെ ഹനുമാൻ ഗറി, അതെന്തായാലും പോകണം. ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് പോകേണ്ട സ്ഥലമാണ് ഹനുമാൻ ഗറി. ശരിക്കും ഇപ്പം മലയാളികൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു അതായത് അയോധ്യയിൽ ഇപ്പം മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അവിടെ പോകാം, ഇല്ലെങ്കിൽ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് പോകാം, ഇല്ലെങ്കിൽ ലക്നൌവിൽ ഇറങ്ങിയിട്ട് പോകാം. 3 വഴികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നെങ്കിൽ അയോധ്യയിലേക്ക് തന്നെ ഉള്ളൊരു ഫ്ലൈറ്റ്, ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാം, ലക്നൌവിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാം. ലക്നൌവിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയാൽ 135-140 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ടെത്തും. നല്ല വഴിയാണ്, 2 മണിക്കൂർ കൊണ്ടെത്തും. പോണ വഴി 25 കിലോമീറ്റർ ഇപ്പുറത്ത് ധന്നിപ്പൂർ പള്ളിയുണ്ട്. പോണ വഴി 1-2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അതെല്ലാം കൂടി കണ്ട് നമുക്ക് പോകാം. നമ്മുടെ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പോകേണ്ട 2-3 സ്ഥലങ്ങൾ, ഒന്ന് ലതാ ചൗക്ക്, അല്ലെങ്കിൽ ലതാ മങ്കേഷ്കറിൻ്റെ പേരുള്ള വലിയൊരു ചൗക്കുണ്ട്. അതായത് അവിടെ വലിയ വീണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 24 മണിക്കൂർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു മനോഹരമായി ഇപ്പോൾ അതിൻ്റെ ഫുള്ളി ഫങ്ഷണലായി വരുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 2 സരയു, ആ സരയൂ തീരത്താണ് ശ്രീരാമൻ ജലസമാധിയാകുന്നത് സരയൂവിലാണ്. അപ്പോൾ ആ സരയൂ തീരമുണ്ട്. 3 ഹനുമാൻ ഗറി, അത് ആചാരപരമായി തന്നെ ഹനുമാനോട് അനുവാദം ചോദിച്ചിട്ടേ ശ്രീരാമനെ പോയി കാണാൻ പറ്റൂ എന്നാണ് സങ്കല്പം. ഹനുമാനോട് അനുവാദം ചോദിക്കുക. പിന്നീട് അവിടെ ബിർലാ മന്ദിരമുണ്ട്, കുറച്ച് വേറെ ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരു ക്ഷേത്ര നഗരി പോലെയാണ്. 6-7 കിലോമീറ്ററിൽ സമാധി സ്ഥലം, ഗുംനാമി ബാബയുടെ സമാധി സ്ഥലമുണ്ട്. അതൊരു ആർമി കൻറ്റോൺമെൻ്റ് അകത്തൂടെ പോകണം. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇത് കാണിക്കില്ല, ആർമി കൻറ്റോൺമെൻ്റ് ആയതുകൊണ്ട്. പക്ഷേ അവിടെ ചോദിച്ചു പോകാനൊരു പക്ഷേ നമുക്ക് കഴിയും, അവിടെ പോകണം. അങ്ങനെ പിന്നെ അയോധ്യയിൽ എന്താ വേറെ, ഇപ്പോൾ ഹോട്ടലുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി കുറച്ച് വർഷങ്ങളിലെടുക്കും അതൊന്ന് വരാനായിട്ട്. അപ്പോൾ ഒരു നല്ല യാത്ര, നല്ലൊരു സ്പിരിച്വൽ യാത്ര നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരവസരമാണ്. ആ ആത്മീയത, മതസൗഹാർദ്ദത്തിൻ്റെ, ബഹുസ്വരതയുടെ, ദേശീയതയുടെ, മാനവികതയുടെ കൂടുതൽ ആഘോഷമാകുകയും ഒരുമിച്ച് പോകാനും നമുക്ക് കഴിയട്ടെ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഭയങ്കരമായിട്ട് അതിനകത്തുണ്ട്. അത് മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയും മറ്റുമുണ്ട്. ഇനിയും കുറേ കൂടെ വികസനവും പണിയും അതിനുള്ളിൽ നടക്കാനും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് ബേസിക്കലി ഗർഭഗൃഹം അടക്കമുള്ള കാര്യങ്ങളാണ്, സാങ്ക്ടം സാങ്ക്ടോർ അടക്കമുള്ള കാര്യങ്ങളാണ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു കാണാനും അതിൻ്റെ മേളിലത്തെ ഒരുപാട് കൊത്തുപണികളും ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ സ്വാമി നാരായണ ക്ഷേത്രങ്ങളിൽ പോകണമെന്നില്ല, BAPSൻ്റെ ക്ഷേത്രങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു മാതൃകയെന്ന് കൂടി ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ അമ്പലങ്ങൾക്ക് ഇങ്ങനെ ഒരു മാതൃകയല്ല പ്രധാനമായിട്ട്. അതായത് നമ്മുടെ അമ്പലങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെ അമ്പലം കുറച്ചുകൂടെ ആദിമ രൂപമുള്ള ത്രികോണ മാതൃകയിലുള്ള സിമ്പിളായിട്ടുള്ള ടെമ്പിൾസാണ്. പടിയിൽ നിന്നാൽ മേൽക്കൂര തൊടാൻ കഴിയണം. നമ്മുടെ അങ്ങനെയല്ല, അവിടുത്തെ അമ്പലങ്ങൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഒരു ഗ്രാൻഡായ പാലസ് ടൈപ്പൊക്കെയാണ്. അതായത് അവിടെ ഈ രാജാദേവതാ സങ്കല്പങ്ങളുണ്ട്, കിങ് ഗോഡ് സങ്കല്പങ്ങൾ, ഗോഡ് കിങ് സങ്കല്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കൊരു കൊട്ടാരം വേണം എന്നൊക്കെയുള്ളൊരു സങ്കല്പമാണ്. നമ്മൾ അയ്യപ്പന് കൊട്ടാരം എന്ന് പറയാറൊന്നുമില്ല, ശബരിമല കുടിമുറിയുടെ അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല, അവിടുത്തെ സങ്കല്പം കുറച്ചുകൂടെ ഒരു വ്യത്യാസമാണ്. അപ്പം ആർക്കിടെക്ചറൽ ബ്യൂട്ടി കാണാനും പ്രത്യേകിച്ച് കൊത്തുപണികൾ കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാം കൂടി കാണാൻ കഴിയുന്ന, പിന്നെ പുഷ്പവൃഷ്ടി, നേരത്തെ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററിലടക്കം പുഷ്പവൃഷ്ടി അടക്കം ഉണ്ടായിരുന്നു. ആ രീതിയിൽ വളരെ നന്നായി തന്നെ അത് പോയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു പ്രധാന നഗരമായി ഇനി അയോധ്യ മാറട്ടെ എന്നൊക്കെ പറയാം. എൻ്റെ പ്രാർത്ഥനയും അതാണ്. ലോകതലത്തിൽ നമ്മുടെ
മുസ്ലിം സഹോദരങ്ങൾക്ക് പരിശുദ്ധമായ മെക്ക പോലെ, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് പരിശുദ്ധമായ വത്തിക്കാൻ പോലെ, നമ്മുടെ ഭാരതം ലോകത്തിന് മുമ്പിൽ വെക്കാൻ കഴിയുന്ന, ഇപ്പം നമ്മുടെ തിരുപ്പതി പോലെ, ശബരിമല പോലെ, ഗുരുവായൂർ പോലെ, അല്ലെങ്കിൽ വൈഷ്ണോദേവി പോലെ, ആസാമിലെ കാമാഖ്യ പോലെ, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പോലെ മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമാകട്ടെ. വർഷം ഒരു 50 ലക്ഷം, 25-50 ലക്ഷം ആൾക്കാർ വന്നാൽ ഒരാൾ 2000 രൂപ വെച്ച് ഏകദേശം 10,000 കോടി രൂപയായിരിക്കും ഏകദേശം ചിലവാക്കുക. നമ്മുടെ സ്പിരിച്വാലിറ്റി കാരണം നമ്മുടെ എക്കോണമി, സമ്പദ്ഘടനയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അത് ആർക്ക് പോകുന്നു? നമ്മൾ പോകുന്ന ഡീസൽ അടിക്കാൻ പോകുന്നു, അവിടുത്തെ സാധാരണ ആഹാരം കഴിക്കുന്നവർക്ക് പോകുന്നു, അവിടുത്തെ ഓലയും ഊബർ ഓടിക്കുന്നവർക്ക് പോകുന്നു, അവിടുത്തെ ഡ്രൈവേഴ്സിന് പോകുന്നു, അവിടുത്തെ ഗൈഡ്സിന് പോകുന്നു. അങ്ങനെ എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടും. നമ്മുടെ ആത്മീയത കാരണം നമുക്ക് ദൈവത്തിന് അനുഗ്രഹം മാത്രമല്ല, സമൂഹത്തിന്, സമ്പദ്ഘടനയ്ക്ക്, നാടിന് ഗുണമുണ്ടാകും. ഇനിയും ഒരു വിദ്വേഷമില്ലാതെ, നെഗറ്റിവിറ്റി ഇല്ലാതെ, പോസിറ്റീവായി ഈ സ്ഥലങ്ങളുടെ എല്ലാം വികസനത്തിനും നന്മയ്ക്കും ആത്മീയതയ്ക്കും വേണ്ടി അത് മാറ്റാൻ കഴിയട്ടെ. ഭക്തിയും യുക്തിയും സമൂഹത്തിൻ്റെ നന്മയും സാമൂഹ്യക്ഷേമവും ഒരുമിച്ച് ചേരുന്ന ഒരു രാമരാജ്യം, അത് ഖലീഫയുടെ സ്വപ്നരാജ്യവും യേശുക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യവും അല്ലെങ്കിൽ ദൈവരാജ്യവുമായി മാറുന്ന, ഒരുമിച്ച് പോകാൻ കഴിയുന്ന, നമ്മൾ 100 വിഷയങ്ങളിൽ തർക്കിക്കും. ഞാനൊരു വലതുപക്ഷ അല്ലെങ്കിൽ സെൻറ്റർ റൈറ്റായ വ്യക്തിയാണ്, ഇടതുപക്ഷക്കാരോട് തർക്കിക്കും, നാളെ വേറൊരാളോട് തർക്കിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവും. പക്ഷേ നമ്മുടെ അടികളും യുദ്ധങ്ങളും ഈ സീ ന്യൂസിൻ്റെ ചാനലുകളിൽ ഒതുങ്ങി നിൽക്കട്ടെ. അതിനപ്പുറം ഒരു വിദ്വേഷം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും തർക്കിക്കുക, അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലായിരിക്കാൻ കഴിയില്ല. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം ചാനൽ മുറികളിലേക്കും ക്യാമറകളിലേക്കും മാറ്റി, അമ്പലങ്ങളിലും പള്ളികളിലേക്കും മാറ്റാതെ ഇവയെല്ലാം ഒരുമിച്ച് ഈ രാജ്യത്തിൻ്റെ ഐക്യവും ഒരുമയും ചേരണം. കാര്യം ലോകത്ത് ഇന്ത്യ പോലും രാജ്യമില്ല. ഞാനൊരു 10-12 രാജ്യങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യ പോലെ മനോഹരമായ രാജ്യം നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. അതായത് ഇത്രയധികം ഭാഷകൾ, ഇത്രയധികം സംസ്കാരങ്ങൾ, ഇത്രയധികം ഭക്ഷണ രീതികൾ, ഇത്രയധികം വസ്ത്രധാരണ രീതികൾ, ഇത്രയധികം വ്യത്യസ്തത. ഈ വ്യത്യസ്തതകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇന്ത്യ വിശ്വഗുരുവാകുന്നത്. ഇപ്പം ഇന്നലെയും പറഞ്ഞു, രാമക്ഷേത്രത്തിൻ്റെ പ്രസംഗം കേട്ട് കാണും, ഭാരതത്തെ വിശ്വഗുരുവാക്കണമെന്നാണ് പറയുന്നത്. ഭാരതത്തെ വിശ്വഗുരുവാക്കുന്നത് മഹാത്മാഗാന്ധിയാണ്, സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ബേലൂർ മഠം, അതും കേൾക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ക്രിസ്മസ് സെലിബ്രേഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ബേലൂർ മഠമാണ്. അവിടെ ക്രിസ്മസ് ഈവിന് ഹിന്ദു സന്യാസിമാർ, കാവിധാരികളായ ഹിന്ദു സന്യാസിമാർ വലിയ ആരതി എടുത്ത് മദർ മേരിയെയും യേശുക്രിസ്തുവിനെ ഒഴിയുന്ന ചിത്രങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാലും പക്ഷേ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ അവർ തന്നെ പബ്ലിഷ് ചെയ്യുന്ന കിട്ടും. ഈ ഒരുമയും ഐക്യവുമാണ് നമ്മുടെ, ഈ ബഹുസ്വരതയാണ്, പ്ലൂറലിസമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നന്മ. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഈശ്വരല്ലാ തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ. ഈശ്വരനും അള്ളാഹുവും അല്ലെങ്കിൽ കർത്താവും എല്ലാം നിൻ്റെ പേരാണ്. നമുക്ക് നന്മ നൽകുന്ന രീതിയിൽ ഇത് മാറട്ടെ. റാം റാം, ജയ് ഹിന്ദ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.